നിനക്ക് ഫീലായോ? പോകൂടി അവിടെ വേണ്ടിയിരുന്നില്ല. ഓ, നിനക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയെങ്കിലേ നീ ആ സ്റ്റേഡിയത്തിനടുത്തുള്ള തട്ടുകടയിൽ നിന്ന് ഒരു പ്ലേറ്റ് ദോശയും ഒരു ചിക്കൻ പാർട്സും വായിട്ടോ. എന്ത് പറഞ്ഞാലും ഒരു ചിക്കൻ പാർട്സ് നിന്നെ അതിലാണോടാ പറ്റത്? പെറ്റത് ചിക്കൻ പാർട്സിലല്ല, പക്ഷേ ഈ ചിക്കൻ പാർട്സും അച്ഛനും തമ്മിലൊരു കഥയുണ്ട്. ഞാൻ പണ്ട് 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അച്ഛനൊരു ആക്സിഡൻറ്റ് പറ്റി. കുറേ കാലത്തേക്ക് അച്ഛന് പണിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ കുറച്ച് പട്ടിണിയും പരിപാടിയൊക്കെ ആയിരുന്നു. അന്ന് അനിയത്തി ചിക്കൻ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചപ്പോഴാണ് ആദ്യമായിട്ട് അച്ഛൻ ചിക്കൻ പാർട്സ് വാങ്ങിയിട്ട് വരുന്നത്. അന്ന് ഞങ്ങൾക്ക് ചിക്കൻ പാർട്സാണ് ചിക്കൻ. ഞങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇത് കഴിച്ചു. പിന്നീട് അച്ഛൻ ഈ പരിപാടി തന്നെ തുടർന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ചിക്കൻ എന്താണെന്നും ചിക്കൻ പാർട്സ് എന്താണെന്നും മനസ്സിലായ കാലമായപ്പോൾ ആദ്യം തോന്നിയത് അച്ഛനെ പറ്റിച്ചു എന്നാണ്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോൾ അച്ഛൻ പറ്റിച്ചിട്ടൊന്നുമില്ല. അച്ഛൻ എല്ലാ കാലത്തും അച്ഛനെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്തു തന്നിട്ടേ ഉള്ളൂ. എപ്പോഴും ഇതുപോലെ തന്നെയാ, എന്ത് ചോദിച്ചാലും ചെയ്തു തരും. പക്ഷെ അതിനു മുന്നേ കുറെ ചീത്ത ഇതേപോലെ പറയും. ചീത്ത പറഞ്ഞിട്ട് പിന്നെ എന്തിനാ ചെയ്തു തരുന്നതെന്നോ, ചെയ്തു തരാനാണെങ്കിൽ പിന്നെ ഇങ്ങേരെന്തിനാ ഈ ചീത്ത പറയുന്നതെന്നോ എനിക്കിതൊരു ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല. ഇപ്പൊ തന്നെ നീ നോക്കിക്കോ, എന്നെക്കാളും കൂടുതൽ സങ്കടം അച്ഛനായിരിക്കും.